അപ്പോൾ രാവിലെ അയ്യോ ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ, ഇപ്പോൾ കാണാമല്ലോ. രാവിലെ നമുക്ക് പുട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ NMS ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ പുട്ടാണ് ഞാൻ എടുക്കുന്നത്. പറഞ്ഞ പോലെ പുട്ടൊക്കെ കുത്തിയെടുത്തു, കോലിട്ട് കുത്തിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ തമ്പനിയിൽ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം പുട്ട് തന്നെയായിരുന്നു. പുട്ട് മയമായിരുന്നു നമ്മുടെ വീട്ടിൽ നിന്ന്. കാരണം എനിക്ക് ചെറിയ വയ്യാഴികയും അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു രാവിലെ എടുത്ത പുട്ട് തന്നെ ഉച്ചയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വൈകിട്ടായപ്പോൾ അതിൻ്റെ ബാക്കി മാവ് ഇരിപ്പുണ്ട്. അപ്പോൾ ചേട്ടായി ചോദിച്ചപ്പോൾ ചേട്ടായി പറഞ്ഞു ആ പുട്ട് തന്നെ മതി, അത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ മഴ അടുക്കളയിൽ നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ അടുക്കളയിൽ നിൽക്കുന്ന കണ്ടപ്പോൾ മഴ പെയ്യുന്നായിരുന്നു. ക്യാമറ എടുത്തുകൊണ്ട് ഫോണും എടുത്തുകൊണ്ട് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു വന്നപ്പോൾ മഴ എന്നെ പറ്റിച്ചു ഗായ്സ്. മഴ അതിൻ്റെ പാട്ടിന് പോയി. അങ്ങനെ തിരിച്ച് ഞാനിങ്ങി വന്നു കേട്ടോ. രാവിലെ കാപ്പികുടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് കിടന്നിട്ട് വന്നിട്ട് നമുക്ക് ഇന്നലെ നമ്മൾ കടയിൽ പോയിട്ട് ബൈക്കിലിങ്ങനെ തിരിച്ച് വന്നപ്പം റോഡ് സൈഡിൽ ഒരു കാട്ടിൽ 3-4 മാങ്ങ കിടക്കുന്നുണ്ട് കേട്ടോ, ഒരു മാവിൻ്റെ ചുവട്ടിൽ. അത് വീട്ടിൽ നിന്നുള്ള മാവാണോ അത് റോഡ് സൈഡിൽ നിൽക്കുന്ന മാവാണോ എന്നൊന്നും അറിയത്തില്ല. ഇരുട്ടായതുകൊണ്ട് ഞാനത് ശ്രദ്ധിക്കാൻ പോയില്ല. ഞാൻ മാങ്ങയിൽ മാത്രമായിരുന്നു എൻ്റെ ശ്രദ്ധ. എൻ്റെ ഫോക്കസ് മൊത്തം മാങ്ങയിലായിരുന്നു. അങ്ങനെ ആണോ അല്ലയോ എന്നൊന്നും അറിയത്തില്ലായിരുന്നു. എന്തായാലും വീട്ടിൽ കൊണ്ടുവന്നു. അതങ്ങനെ വെച്ചിരുന്നു രാത്രി ആയതുകൊണ്ട്. പിറ്റേന്ന് ഇന്നതാ ഞാനെടുത്ത് ചെത്തി പൂളി നോക്കിയപ്പം നല്ല അടിപൊളി മാങ്ങ കേട്ടോ. നല്ല അടിപൊളി, നല്ല ടേസ്റ്റ്, നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ മാങ്ങ ചെത്തിക്കൊണ്ടിരുന്നപ്പോൾ അന്നമ്മേ എന്നൊരു വിളി കേട്ടോ. നിലുട്ടൻ്റെ ആയിരുന്നു. നിലുട്ടൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. അങ്ങനെ ഉണർന്നു കഴിഞ്ഞപ്പോൾ എന്നെ കണ്ടില്ല. അങ്ങനെ വിളിച്ചതായിരുന്നു എന്നെ. അങ്ങനെ ഞാൻ ഓടിപ്പോയി എടുത്തു. കൊണ്ടുവന്നപ്പം ഹായ് ഒക്കെ പറയാൻ പറഞ്ഞപ്പോൾ ഹായ് ഒക്കെ പറഞ്ഞതാട്ടോ ഫോണിലോട്ട് നോക്കി. അങ്ങനെ തിരിച്ച് ഞാൻ അവനെ അവിടെ കിടത്താനായിട്ട് കൊണ്ടുപോവുക. അപ്പം മാങ്ങ വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അവന് മാങ്ങ ഇഷ്ടമല്ല. എന്നാലും ഞാനും ചേട്ടയും കഴിക്കുന്ന കണ്ടപ്പം കുറച്ചൊക്കെ കഴിച്ചു കേട്ടോ. അത്യാവശ്യം കുറച്ചൊക്കെ കഴിച്ചു. ആദ്യമായിട്ട് അത്രയും കഴിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഞാൻ മുറ്റമൊക്കെ ഒന്ന് തൂത്ത് വാരി കഴിഞ്ഞിട്ട് അകത്ത് വന്ന് മീൻ ഇരിപ്പുണ്ടായിരുന്നു. ഇന്നലെ അയില വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു ചേട്ടായി. അപ്പോൾ അത് കഴുകി വെട്ടി വൃത്തിയാക്കി കഴുകിയിട്ട് നമുക്ക് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഫ്രൈയും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം രാത്രിയിലത്തേന് ചോറ് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടായിട്ട് ചോദിച്ചപ്പോൾ ചേട്ടായി പറഞ്ഞു ചോറ് വേണ്ട, പുട്ട് തന്നെ എടുത്താൽ മതി, ബാക്കി മാവിരിപ്പില്ലേ, പുട്ട് തന്നെ എടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മീനൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കട്ടെ. അപ്പം മീൻ കറിയും മുളക് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. മീൻ കറിയും മീൻ ഫ്രൈയും പുട്ടും എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ചേട്ടായി വന്നിട്ട് ഈ കത്രിക നോക്കുവാന്നേ. കത്രിക ചേട്ടായിലെ അമ്മ കൊണ്ടുവന്ന വീട്ടിൽ നിന്ന്. അപ്പോൾ എന്നോട് പറ്റുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് വന്ന് നിന്നതാണ്. എന്നിട്ട് എന്നെ കളിയാക്കും കേട്ടോ. എന്തോ ഹൈടെക്കോ മോഡേണോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് കളിയാക്കും എന്നെ. അങ്ങനെ അങ്ങ് പോയി. പിന്നെ ഞാൻ ചേട്ടായി വിളിച്ചു ഉപ്പിട്ട് തരാൻ. കുറച്ച് ഉപ്പ് ഇട്ട് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീട്ടമ്മമാരുടെ എല്ലാം സ്ഥിരം പരിപാടിയല്ലേ മീൻ വെട്ടിക്കഴിഞ്ഞാൽ അതിനെ ഉപ്പിട്ട് കഴുകുക എന്നുള്ളത്. അപ്പം ഉപ്പിട്ട് അങ്ങോട്ട് കഴുകിയെടുത്തിട്ട് 2-3 മീനെടുത്ത് ഫ്രൈ ചെയ്യാൻ. ഒന്ന് എനിക്ക്, ഒന്ന് ചേട്ടായിക്ക്, ഒന്ന് നീലൂസിന്. നീലൂസ് ഇപ്പോൾ മീനൊക്കെ നല്ലതായിട്ട് കഴിക്കും കേട്ടോ. അപ്പം അവന് ഒരു മീൻ ഫ്രൈ ചെയ്യാനെടുത്തു. അങ്ങനെ അതെല്ലാം പുരട്ടിയെടുത്ത് റെഡിയാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഫ്രൈ ചെയ്യാൻ നേരം എടുത്ത് ഫ്രൈ ചെയ്തിട്ടാൽ പോരെ. അപ്പം ഇന്ന് ചെറിയ വെയിലുള്ളത് കൊണ്ട് തുണിയെല്ലാം നനച്ച് ഇട്ടിട്ടുണ്ട്. എല്ലാം ഇല്ല, ഇനി ബാക്കി നനയ്ക്കാനിരിപ്പുണ്ട്. അപ്പം കുറച്ച് ഇത് ഉണക്കി എടുത്തിട്ട് ബാക്കി നനയ്ക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് നീലൂട്ടനെ ഒരു മുട്ട ബുൾസ അടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ബുൾസയെന്ന് വെച്ചാൽ ഞാൻ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുവേ. ഇങ്ങനെ വേവിച്ചെടുക്കും. എനിക്ക് ഹാഫ് ബോയിൽഡ് എഗ്ഗ് കൊടുക്കാനൊരു പേടി. അപ്പോൾ അങ്ങനെ മുട്ടയൊക്കെ കൊടുത്തു. നീലൂട്ടന് അത് ചേട്ടായി കൊടുത്താളാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ മീൻ കറിയിലോട്ട് കടന്നു. ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഒന്ന് വഴറ്റി, തക്കാളിയും വഴറ്റി, പിന്നെ പൊടികളെല്ലാം ഒന്നിട്ട് വേവിച്ച്, വെള്ളം ഒഴിച്ച്, പുളിയിട്ടു, ഉപ്പിട്ടു, കഴിഞ്ഞ് തിളപ്പിച്ചിട്ട് മീനിട്ടു. അങ്ങനെ പലരും പല രീതിയിലായിരിക്കുമല്ലോ മീൻ കറി വയ്ക്കുന്നത്. പച്ചമുളക് അരിഞ്ഞിടുന്നുണ്ട്. അങ്ങനെ എല്ലാ നാട്ടിലും പല രീതിയിലായിരിക്കുമല്ലോ മീൻ കറി വയ്ക്കുന്നത്. പക്ഷെ എൻ്റെ അമ്മ വയ്ക്കുന്നത് ഈ രീതിയിലല്ല കേട്ടോ, വേറെ രീതിയിലാണ്. അമ്മ വഴറ്റത്തൊന്നുമില്ല. വെളിച്ചെണ്ണയിൽ വഴറ്റത്തൊന്നുമില്ല മറ്റേ സംഭവങ്ങൾ. അങ്ങനെ അപ്പം ഞാൻ ഈ രീതിയിൽ വെറൈറ്റി രീതിയിലൊന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ കറിവേപ്പിലയൊക്കെ ഇട്ടു.
അങ്ങനെ പക്ഷേ അടിപൊളിയായിരുന്നു, ചേട്ടായിക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ ഒന്ന് ഉള്ളത് കഴുകി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയോ, വാഷ് ബേസിൻ്റെ അവിടെ വെച്ചല്ലായിരുന്നു മീൻ വെട്ടിയത്. അപ്പോൾ അവിടെ എല്ലാം ഉറുമ്പും കയറും തന്നെ നല്ല സ്മെല്ലായിരിക്കും മീനിൻ്റെ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് നമ്മുടെ പാത്രം കഴുകുന്ന മറ്റേ ലോഷനുണ്ടല്ലോ അതൊഴിച്ച് ഒന്ന് കഴുകി വൃത്തിയാക്കി ക്ലീനാക്കി ഇട്ടു. ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കേടാണ്. അപ്പോഴത്തേനും നമ്മുടെ മീൻ അവിടെ വെന്തു. പക്ഷേ കുറച്ചും കൂടി ഒന്ന് വറ്റി വരണമായിരുന്നു. വറ്റി വന്നാലേ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അത് എന്താണ് ഒരുമാതിരി രസം ഒഴിച്ച പോലെ ഇരിക്കും. ഒന്ന് വറ്റി കുറുകിയൊക്കെ വരുമ്പോഴേ മീൻകറി അടിപൊളിയാകത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഇനി അത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലാക്കിയിട്ട് കുറച്ച് നേരമല്ല, കുറച്ചധികം നേരം ഒന്ന് റെഡിയാക്കി എടുക്കും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. മീൻ അങ്ങനെ അവിടെ ഇരുന്ന് വേവട്ടെ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ എനിക്ക് ചായ കുടിക്കണം. എനിക്കും നീലൂട്ടനും മാത്രം മതിയായിരുന്നു. ചേട്ടായിക്ക് ചായ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നീലൂട്ടനുമായിട്ടുള്ള ചായക്ക് വെള്ളമൊക്കെ വെച്ചു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആകുമ്പം കടുപ്പം വേണ്ട, അധികം കടുപ്പം വേണ്ട. ചേട്ടായിക്ക് പക്ഷെ നല്ല കടുപ്പം വേണം ചായയാണെങ്കിൽ. പിന്നെ അങ്ങനെ നീലൂട്ടനും എനിക്കുള്ള ചായ ഇവിടെ റെഡിയായി കേട്ടോ. അപ്പോൾ ഇനി അത് ഞങ്ങൾ കുടിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ബാക്കി പുട്ട് വേവിച്ചെടുക്കാനുണ്ട്, പപ്പടം കാച്ചാനുണ്ട്, മീൻ ഫ്രൈ ചെയ്യാനുണ്ട്. അപ്പോൾ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. ചായയൊക്കെ കുടിച്ചിട്ടോ. മീൻ ഫ്രൈ ചെയ്യാനായിട്ട് 3 മീൻ ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്യാമെന്ന് വെച്ചാൽ അപ്പോൾ എളുപ്പമാവുമല്ലോ, ഒറ്റയടിക്ക് 3 പക്ഷി എന്ന് പറയും പോലെ, ഒരു വെടിക്ക് 3 പക്ഷി എന്ന് പറയും പോലെ മീനൊക്കെ ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കറിവേപ്പിലൊക്കെ ഇട്ടിട്ടാണ് എടുത്തേട്ടോ. അപ്പോൾ ചേട്ടായി അവിടെ നിന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് എടുക്കാൻ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ കഴിക്കാൻ പോവാന്നേ. പപ്പടമൊക്കെ കാച്ചി പുട്ടൊക്കെ എടുത്തു, മീൻകറി റെഡിയായി. ചേട്ടായിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറഞ്ഞു മീൻകറി. നീലൂട്ടന് മീൻ ഫ്രൈയും കൂടെ ചേർത്തിട്ടാണ് നീലൂട്ടൻ മീൻ കണ്ടപ്പോഴേ മീനെന്നും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ സിനിമ കാണും കേട്ടോ, അതാ ഇത്രയും ഗൗരവം ഞങ്ങളുടെയൊക്കെ മൊത്തം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ, സീ യു.